നമുക്കിന്ന് വെജിറ്റേറിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ സോയ ചങ്ക്സ് കൊണ്ടൊരു ഡ്രൈ റോസ്റ്റ്. അപ്പോൾ സോയ ചങ്ക്സ് എല്ലാവരും കഴിക്കാറുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് കമന്റ്സ് വരാറുണ്ട്, ചേച്ചി വെജിറ്റേറിയൻസിന് പറ്റുന്ന റെസിപ്പികൾ കൂടുതൽ ചെയ്യൂന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ചാനലിൽ ഒരു 75% വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളാണ്. എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഞാൻ വെജ് റെസിപ്പീസ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഫ്രൈഡ് പോലെ ഒരു റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ബീഫ് ഫ്രൈ ആണെന്നേ വിചാരിക്കുള്ളൂ, പക്ഷെ ടേസ്റ്റ് സോയ ചങ്ക്സിന്റെ ടേസ്റ്റ് ആണ്. അപ്പോൾ വെജിറ്റേറിയൻസ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. വെജിറ്റേറിയൻസ് അല്ലാത്ത ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാം. വെജിറ്റേറിയൻസ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സോയ ചങ്ക്സ് കൊണ്ടുള്ള റെസിപ്പി, അതുപോലെ പൊട്ടറ്റോ കൊണ്ടുള്ള റെസിപ്പികളൊക്കെ ചെയ്യൂ എന്ന് പറയാറുണ്ട്. അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികളും ചെയ്യാൻ പറയാറുണ്ട്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ കുറേ സമയം നിന്ന് നമ്മുടെ ട്രഡീഷണൽ റെസിപ്പീസ് ചെയ്യുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കേണ്ട റെസിപ്പികളല്ല. എന്താ വെച്ചാൽ ട്രഡീഷണൽ റെസിപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് റെസിപ്പി ഫോളോ ചെയ്യാതെ ഇളക്കിക്കൊണ്ടേയിരിക്കേണ്ട റെസിപ്പികൾ ഉണ്ടാവും. അങ്ങനെ കുറച്ച് ടഫാണ് ട്രഡീഷണൽ റെസിപ്പികൾ. ഈസി റെസിപ്പികളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടാവും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 150 ഗ്രാം സോയ ചങ്ക്സിന് ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വലുപ്പത്തിലുള്ള 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടല്ല പൊടിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് 2 ഏലക്ക എടുത്തിട്ടുണ്ട്, 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള 1 പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങക്കൊത്താണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ വഴറ്റി ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ സോയ ചങ്ക്സ് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട്, അതായത് വലിയ സോയ ചങ്ക്സ് ആയിരുന്നു, അത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അധികം വലിപ്പമുള്ളത് മാത്രമേ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് ചെറുതായിട്ട് മുറിച്ചിട്ടില്ല. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമ്മളിനി അവസാനം ചേർക്കും. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പൂ. ഇതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ സോയ ചങ്ക്സ് കുക്കായി വരാൻ ആവശ്യമായ വെള്ളം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മെഷറിംഗ് കപ്പിൽ. ഇതൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സവോള മുറിച്ചെടുക്കാം, തേങ്ങക്കൊത്ത് മുറിച്ചെടുക്കാം. ഇനി സോയ ചങ്ക്സ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ 4 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കറി പെർഫെക്റ്റ് ആവില്ല. വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് സവോളയിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ സവോള വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പുറത്ത് ഇളയച്ചിൻ്റെ വീട്ടിൽ കുറച്ച് പണി നടക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമ്മുടെ നാടൻ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് റോസ്റ്റ് ആക്കി ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പോൾ ഈ വലിപ്പത്തിലാണ് തേങ്ങ മുറിച്ചെടുത്തിരിക്കുന്നത്.
തേങ്ങക്കൊത്ത് ചേർക്കാണ്. തേങ്ങക്കൊത്തൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ തേങ്ങക്കൊത്ത് ചെറുതായിട്ട് മുറിക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിക്കാം, കുറച്ചുകൂടി വലിപ്പം കൂട്ടി മുറിക്കണം എന്നുണ്ടെങ്കിൽ വലിപ്പം കൂട്ടി മുറിക്കാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോയ ചങ്ക്സ് കുക്കായി ഡ്രൈ ആയി വരുമ്പോൾ വലിപ്പം കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുള്ളത്. തേങ്ങക്കൊത്തിൻ്റെ കളറ് മാറുന്നതിന് മുന്നേ തന്നെയായിട്ട് ഞാനിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്ന് മാറി അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതുപോലെയാണ് സവോള മുറിച്ച് വെച്ചിരിക്കുന്നത്. ആദ്യം നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് വീണ്ടും കുറുകെ കട്ട് ചെയ്തു. വല്ലാതെ നൈസായിട്ട് മുറിച്ചിട്ടൊന്നുമില്ല, ചെറിയ തിക്നെസ് ഉണ്ട്. സവോളയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി സവോളയുടെ കളർ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം. ബാക്കിയിരിക്കുന്ന കുരുമുളക് പൊടി, അതുപോലെ തന്നെ മുളക് പൊടി എന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഗരം മസാലപ്പൊടി അവസാനം ചേർക്കണം എന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് അവസാനം നമ്മൾ പെരിഞ്ജീരകപ്പൊടി ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഇട്ടിരുന്ന ആ പട്ടയും ഗ്രാമ്പും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയാക്കി കഴിഞ്ഞിട്ട് ആ പട്ടയും ഗ്രാമ്പും ഒക്കെ കടിക്കണമെങ്കിൽ ഒട്ടും സുഖം ഉണ്ടാവില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ സവോളയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നെ നമുക്ക് സോയ ചങ്ക്സും കൂടി ചേർത്തിട്ട് ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ചേർക്കാം. ഈ പൊടികളുടെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികൾ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആഡ് ചെയ്യാം. ഇതെല്ലാം ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എരിവ് വരുന്നത് കുരുമുളക് പൊടിയുടെ എരിവാണ്. പച്ചമുളക് നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട്, എങ്കിലും കുരുമുളക് പൊടിയുടെ എരിവാണ് വേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് എരിവ് ചെക്ക് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് ഡ്രൈ ആയി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം, എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പെരുംജീരകപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനിപ്പോൾ വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഒന്ന് കുറുകെ മുറിച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തെടുത്തത്. ഇതും ചേർത്ത് വീണ്ടും ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ബീഫിൻ്റെ കളർ മാറുന്ന പോലെ തന്നെ ഇത് കളറ് മാറി വരുന്നത് വരെ ഡ്രൈ ആക്കി എടുക്കണം. ഇടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ല, വെളിച്ചെണ്ണ കുറവാണ്. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇനി ഒന്നുകൂടി സോയ ചങ്ക്സ് ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സോയ ചങ്ക്സ് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇത്രയുമേ ഡ്രൈ ആക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം, കളർ മാറി മാറി വരും. പക്ഷെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഇത്രയും ഡ്രൈ ആയാൽ മതി. അപ്പോൾ നമ്മളിനി 3/4 ടീസ്പൂണല്ലേ പെരുംജീരകപ്പൊടി ചേർത്തുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂണും കൂടി ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന കറിവേപ്പിലയും ചേർക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സോയ ചങ്ക്സ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. സോയ ചങ്ക്സ് നമ്മൾ പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നമ്മൾ ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇതുണ്ടോ, വളരെ സോഫ്റ്റാണ്. നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ആണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ഇത് ഉറപ്പായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് കമൻസ് വരാറുണ്ട് വെജിറ്റേറിയൻസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ചെയ്യുമോ ചേച്ചിന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സോയ ചങ്ക്സ് കഴിക്കുന്ന വെജിറ്റേറിയൻസ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിച്ചോളൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ കഴിക്കാം. അപ്പോൾ ബീഫ് കഴിക്കുന്നില്ലെങ്കിലും നമുക്കിപ്പോൾ നോയമ്പ് സമയത്തൊക്കെ ആണെങ്കിലും ബീഫിൻ്റെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഫ്രൈ ആണ്. കുറച്ച് സമയം നമ്മൾ ബീഫ് ഇളക്കുന്നത് പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.